അത് പിടിച്ചെടുക്കുക എന്നതാണ് UDF ലക്ഷ്യമിടുന്നത്. നമുക്കിനി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊല്ലത്ത് നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച രണ്ടും കൽപ്പിച്ച് തന്നെ UDF മുന്നോട്ട് പോകുന്നുണ്ട്. AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. വിവരങ്ങൾ ലിജോ റോളൻസ് നൽകും. ലിജോ, AK ഹഫീസിന് പകരക്കാരനായി അല്ലെങ്കിൽ എതിരാളിയായി ആരെയാകും LDF മുന്നിൽ നിർത്തുക? ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ കൊല്ലത്ത് ഇത്രയും പെട്ടെന്ന് ഈ മേയർ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു മുന്നൊരുക്കം നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും. അതിന്റെ ഒരു അങ്കലാപ്പിൽ തന്നെയാണ് LDF ക്യാമ്പും ഒപ്പം തന്നെ BJPയും ഉള്ളത്. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഒരു 10-ാം തീയതിക്കും 15-ാം തീയതിക്കും ഇടയിൽ പൂർത്തിയാക്കുമെന്നുള്ളതാണ് LDFും ഒപ്പം തന്നെ BJP നേതാക്കളോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. AK ഹഫീസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻപ് കൗൺസിലർ ആയിട്ടുണ്ടായിരുന്നു AK ഹഫീസ്. INTUCന്റെ ജില്ലാ അധ്യക്ഷനാണ്. മാത്രവുമല്ല AK ഹഫീസ് താമരക്കുളം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. അവിടെ നിന്നും എന്തു വന്നാലും ജയിച്ച് കയറുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രതിപക്ഷം, അതായത് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്ന LDFും BJP ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കാര്യം അത്രത്തോളം അവിടെ ജനകീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു സംഘാടകനാണ്. മറുവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്നും ഒരു പറ്റം മേയറാക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ തന്നെ ഒന്ന് VK അനിരുദ്ധനാണ്. VK അനിരുദ്ധൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടെയാണ് VK അനിരുദ്ധൻ. മത്സരിച്ച് ജയിച്ചു വരികയാണ്. ഭരണം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ മേയറാകാൻ LDFന്റെ ഭാഗത്തു നിന്നും ഏറ്റവും അധികം സാധ്യതയുള്ളതും അനിരുദ്ധന് തന്നെയാണ്. മറ്റൊരു നേതാവ് അഡ്വക്കേറ്റ് V രാജേന്ദ്ര ബാബു ആണ്. മുൻ മേയറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലം ജില്ലയിൽ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന മുൻകൈയെടുത്ത ഒരു നേതാവായിരുന്നു രാജേന്ദ്ര ബാബു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധ്യത കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരാളെന്ന് പറയുന്നത് നിലവിലെ കൗൺസിലറായിട്ടുള്ള AK സവാദാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾക്കിടയിലൊക്കെ തന്നെ പ്രധാനമായും ചിന്നക്കട ഉൾപ്പെടെ വരുന്ന ഒരു വാർഡിനെയാണ് നിലവിൽ പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊന്നുമല്ലാതെ ഇനി ഒരു സാധ്യത ചില നേതാക്കൾ പറയുന്നത് ഒരുപക്ഷെ മുൻപ് CPMന്റെ ഭാഗത്തു നിന്ന് മേയറായിരുന്ന പ്രസന്ന എണസ്റ്റിന്റെ ഭർത്താവായിട്ടുള്ള എണസ്റ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ അധ്യക്ഷനാണ്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന എണസ്റ്റ് മത്സരിച്ച് ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എണസ്റ്റിനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപിടി നേതാക്കളാണ് LDFന്റെ ഭാഗത്ത് നോക്കുകയാണെന്നത്. ഇനി BJPയിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPക്ക് നിലവിൽ ഇവിടെയുള്ളത് 6 കൗൺസിലർമാരാണ്. അത് മാറി കാര്യം ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസൊക്കെ അത് നിർമ്മിച്ചു വരികയാണ്. അവിടെ ഒരു മേയർക്ക് ഒരു റൂം ഉൾപ്പെടെ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നത്. അതിൽ ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ശൈലജയാണ്. ശൈലജ നിലവിൽ കൗൺസിലറാണ്. BJPയുടെ ഭാഗത്തു നിന്നുള്ള സീനിയർ ആയിട്ടുള്ള ഒരു കൗൺസിലറാണ് ശൈലജ എന്ന് പറയുന്നത്. ജയിച്ച് ഭരണം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു വനിതയ്ക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ ശൈലജയ്ക്കും സാധ്യത തള്ളിക്കളയാനാകില്ല. മറ്റൊരാൾ TG ഗിരീഷ് ആണ്. നിലവിൽ BJPയുടെ കൗൺസിലറാണ്. നിയമസഭാ കോർപ്പറേഷനിലെ കക്ഷി നേതാവായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു പേര് കേൾക്കുന്നത് കേണൽ ഡിന്നിയാണ്. ചർച്ചകളിലൂടെ, അതായത് ചാനൽ ചർച്ചകളിലൂടെയൊക്കെ പലർക്കും സുപരിചിതമായ ഒരു മുഖമാണ്. ഒരുപക്ഷെ മത്സരിക്കണം എന്നൊരു ആവശ്യം നേതൃത്വം മുന്നോട്ട് വച്ചിട്ടുണ്ടെന്ന് പറയുന്നപ്പോൾ അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ഒരു സാധ്യതയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികൾ കൂടെ വരുമ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ടോ, അക്കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനമാവുകയും ചെയ്യും. സൈഫുദ്ദീൻ, ദിവ്യ.